കർക്കിടക മാസം തുടങ്ങിയതോടെ പഞ്ഞമാസത്തെ ആദിയും വ്യാധിയും അകറ്റാനും ഐശ്വര്യം ചൊരിയുവാനുമായി ആടിവേടൻ തെയ്യങ്ങൾ വീടുകളിലേക്ക് സന്ദർശനം തുടങ്ങി. ഒറ്റച്ചെണ്ടയുടെയും വേടൻ പാട്ടിന്റെയും താളം മുഴങ്ങും ഇനി വടക്കിന്റെ മണ്ണിൽ. പാരമ്പര്യത്തിന്റെ പതിവ് തെറ്റിക്കാതെ കർക്കിടകം 1 പിറന്നതോടെ ആദിയും വ്യാധിയും അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ വീടുകളിലേക്ക് സഞ്ചാരം തുടങ്ങി. ഉത്തര മലബാറിന്റെ നാട്ടിട വഴികളിൽ കർക്കിടക മാസത്തിൽ കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന കാഴ്ചയാണ് കർക്കിടക തെയ്യത്തിന്റെ വരവ്. ഇല്ലായ്മയുടെ പഞ്ഞമാസക്കാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനുള്ള അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിലെത്തുന്നത്. ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ചുവടുവെച്ച് ഈ കുഞ്ഞു തെയ്യം ആദിവ്യാധികളെ ആട്ടി അകറ്റുന്നു. ഈ തെയ്യത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാലേ പാർശ്വവസ്ത്രന്റെ കഥയാണ്. ശിവനും അർജുനന് പാർശ്വവസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പാർവതി കാട്ടാളത്തിയായിട്ടും ശിവൻ കാട്ടാളനായിട്ടും പുറപ്പെട്ടതാണ് പാർശ്വവസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് തോറ്റത്തിൽ പറയലെന്നെ വീരസകളി കുളീരതിൽ 16 മാരിവയം ഭൂതഗണാതിശബാരിയടങ്ങും. വീടുകളിലെത്തുന്ന തെയ്യത്തെ നിലവിളക്ക് തെളിയിച്ച് വരവേൽക്കും. തുടർന്ന് കുരിശിവെള്ളം തെക്കോട്ടൊഴിക്കുന്നതും ആദിവ്യാധികൾ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.